ഹായ് യൂട്യൂബ്. വെൽക്കം. എത്ര നാളായി കണ്ടിട്ട്. സോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പോയിന്റേഴ്സിനെ പറ്റി പഠിച്ചു. ഈ എപ്പിസോഡിൽ നമുക്ക് പോയിന്റേഴ്സും അറേസും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ അറേസിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എഴുതാം. ഒരു ഇൻറ്റിജർ അറേ എ ഓഫ് 5, ഒരു 5 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ അറേ ഡിക്ലെയർ ചെയ്യാൻ ഞാനിവിടെ ഇനിഷ്യലൈസർ ലിസ്റ്റ് വെച്ചാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ അറേൻ്റെ എപ്പിസോഡിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയി. അറേ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാം. അതായത് കേർലി ബ്രേസസിനകത്ത് നമ്മുടെ വേണ്ട നമ്പേഴ്സ് കൊടുക്കുക. അപ്പോൾ 1 2 3 4 5, അതായത് ഓരോ എലമെന്റിനും ഞാൻ ഓരോ നമ്പർ വെച്ച് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ നമുക്ക് അറേ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇതും വൺ ഓഫ് ദ വേ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് ലൂപ്പ് വെച്ചും ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിക്കുക. ഫോർ ഈച്ച് ലൂപ്പ് നമുക്കറിയാം 4 × i = a, എന്നിട്ട് നമുക്ക് നമ്മുടെ i പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കാണാം. ഇവിടെ 1 2 3 4 5 പ്രിന്റ് ആയി വന്നത്. ഇതാണ് അറേന്റെ ഒരു വർക്കിംഗ്. അപ്പോൾ ഇനി നമുക്ക് അറേയും പോയിന്റേഴ്സും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം അറേ നമ്മൾ പ്രിന്റ് ചെയ്യാൻ നേരത്ത്, അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ അറേ ജസ്റ്റ് അറേയുടെ നെയിം മാത്രം പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഔട്ട്പുട്ട് വരുന്നത് അഡ്രസ് ആണ്. അപ്പോൾ ഞാനിത് കമന്റ് ചെയ്യുന്നു ഈ ഫോർ ഈച്ച് ലൂപ്പ്, എന്നിട്ട് ഞാനിത് റൺ ചെയ്യുമ്പോൾ നമുക്കറിയാം അഡ്രസ് ആണ് ഔട്ട്പുട്ട് തന്നെ. കാരണം നമ്മൾ അറേന്റെ എക്സോളിൽ പഠിച്ചായിരുന്നു അറേ നെയിം ആക്ച്വലി പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ്സിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ വേറെ പോയിന്റേഴ്സ് പഠിച്ചപ്പോഴും പഠിച്ചായിരുന്നല്ലോ. അതായത് ഒരു പോയിന്റർ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇൻറ്റിജർ എക്സ് എന്ന് പറഞ്ഞ ഒരു വേറെ വേരിയബിൾ ഉണ്ട്, എന്നിട്ട് അതിനായിട്ട് പോയിന്റ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു ഇൻറ്റിജർ പി പോയിന്റർ ഉണ്ട്. അത് പോയിന്റ് ചെയ്യുന്നത് എക്സിന്റെ വേരിയബിളിലേക്കും. എന്നിട്ട് ഞാൻ ഇതേ പി തന്നെ ഇവിടെ പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു അഡ്രസ് ആണല്ലോ, എക്സിന്റെ അഡ്രസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് കാണാം എക്സിന്റെ അഡ്രസ്സ്. ഇവിടെ എ ആണെങ്കിലോ ഫസ്റ്റ് വേരിയബിളിന്റെ അഡ്രസ്സും. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഡീബഗ് പോയിന്റ് വെച്ച് നോക്കാം. ഡീബഗ് പോയിന്റ് വെച്ച് ഞാനിത് റൺ ചെയ്താൽ നമുക്ക് ഇവിടെ കാണാം മെമ്മറി വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിത് അഡ്രസ് ഓഫ് എയിലേക്ക് ഞാൻ ഒന്ന് ട്രാവേഴ്സ് ചെയ്യുന്നു. അഡ്രസ് ഓഫ് എയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഇവിടെ 01 02 03 04 അങ്ങനെ നമ്മുടെ എല്ലാ എലമെന്റ്സും സ്റ്റോർ ചെയ്തേക്കണ കാണാം. എന്നിട്ട് ഇവിടെ നമുക്ക് കാണാം നമ്മുടെ അഡ്രസ്സ് 005 EFC98 എന്ന് പറഞ്ഞാണ്. ഞാൻ എൻ്റെ ഔട്ട്പുട്ട് വിൻഡോ എടുത്തിട്ട് റൈറ്റ് സൈഡിൽ ഡോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് കുറച്ച് മിനിമൈസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് ജമ്പ് ചെയ്യാം. നെക്സ്റ്റ് ലൈനിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാം 00F5 EFC98. നോക്കിയേ, ഇവിടെ നമ്മുടെ അറേന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് അത് തന്നെയല്ലേ. അപ്പൊ ഇതാണ് അറേന്റെ നെയിം അഡ്രസ് പ്രിന്റ് ചെയ്യുമെന്ന് പറഞ്ഞതിന്റെ കാരണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു റിലേഷൻ കാണാം. അതായത് പിയും എയും തമ്മിൽ ഓൾമോസ്റ്റ് സെയിം രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിനി ഒരു ഇൻറ്റിജർ പോയിന്റർ ഈ അറേയിലേക്ക് പോയിന്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഡിക്ലെയർ ചെയ്യണം? ഞാൻ ഇവിടെ എക്സ് മാറ്റി ഇവിടെ എ കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ആക്ച്വലി ഒരു എറർ ആണ് ത്രോ ചെയ്യണേ. ഇത് ഇൻറ്റിജർ പോയിന്റർ അറേ കനോട്ട് ബി യൂസ് ടു ഇനിഷ്യലൈസ് ഇൻറ്റിജർ പോയിന്റർ, അങ്ങനെ ഒരു എറർ ത്രോ ചെയ്യണം. കാരണം എന്താ, ഇവിടെ ഇത് നമ്മൾ സാധാ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ അഡ്രസ്സ് എടുക്കണം. കാരണം വെറുതെ വേരിയബിളിൽ എക്സ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ അവിടെ നമ്മൾ വാല്യൂ ആണ് അത് എടുക്കുന്നത്. പക്ഷെ ഇവിടെ എ നമുക്കറിയാം, എ ഒരു ഓൾറെഡി ഒരു അഡ്രസ് ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ വീണ്ടും ഒരു അഡ്രസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ എറർ ത്രോ ചെയ്യണത്. അപ്പോൾ ഈ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ റിമൂവ് ചെയ്താൽ മതി. അതായത് ഒരു അറേറ്റ് പോയിന്റ് ചെയ്യണമെങ്കിൽ അതിന് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ വേണ്ട, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോയിന്റ് ചെയ്യാം. കാരണം അതും ഒരു അഡ്രസ് തന്നെയാണ്. ഇനി നമുക്ക് ഇത് പ്രിന്റ് ചെയ്താലോ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? നമുക്ക് കാണാം പിന്റെ മെയിൻ്റെ വാല്യൂ സെയിം ഔട്ട്പുട്ട് തന്നെ. അപ്പൊ അതായത് ഇപ്പൊ നമ്മുടെ പിയും പോയിന്റ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ അറേ എപ്പിസോഡിൽ പഠിച്ചായിരുന്നു നമുക്ക് അറേയിൽ നിന്ന് ഫസ്റ്റ് അഡ്രസ്സിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വേറെ എലമെന്റിന്റെ അഡ്രസ്സിലേക്ക് പോകാൻ +2 ഇങ്ങനെ എഴുതാന്ന്. അപ്പോൾ ഇവിടെ ഞാൻ A+2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കിട്ടാൻ പോകുന്നത് നമുക്ക് ഈ 3 എന്ന നമ്പറിലേക്ക് പോയിന്റ് ചെയ്യുന്ന അതിന്റെ അഡ്രസ്സ് ആയിരിക്കും കിട്ടുന്നത്. ഞാനിത് റൺ ചെയ്താൽ അതിന്റെ അഡ്രസ്സാണ് ആക്ച്വലി കിട്ടുന്നത്. നമുക്ക് ഡീബഗ് പോയിന്റ് വെച്ച് കാണാം. ഞാൻ ഡീബഗ് പോയിന്റ് വെച്ചു ഞാനിത് റൺ ചെയ്താൽ നമുക്കിവിടെ അഡ്രസ് ഓഫ് എയിലേക്ക് ഞാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓരോ വാല്യൂസ് കാണാം. ഞാനിവിടെ ഔട്ട്പുട്ട് വിൻഡോ റൈറ്റ് സൈഡിൽ ഡോക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് ഇവിടെ കാണാം ഇവിടെ ഔട്ട്പുട്ട് 00D6F9DC. അപ്പോൾ അത് നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാം നമ്മുടെ 3ന്റെ അഡ്രസ്സാണ് അത്. ആദ്യം +1 ചെയ്തപ്പോൾ ഒരു അഡ്രസ്സ് സ്കിപ്പ് ചെയ്ത് 2ലേക്ക് വന്നു. പിന്നെ +1 കൂടെയും ചെയ്തപ്പോൾ, അതായത് +2 ചെയ്തപ്പോൾ നമ്മൾ 3ന്റെ ലൊക്കേഷനിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റർ വെച്ച് അച്ചീവ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ പോയിന്ററും ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് എലമെന്റിലേക്കാണല്ലോ. അപ്പോൾ ഈ പോയിന്ററും +2 കൊടുത്താൽ വർക്ക് ചെയ്യണമല്ലോ. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ P+2 ഞാൻ
റൺ ചെയ്തു, നോക്കിയാൽ നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് ഈ തേർഡ് എലമെന്റിലേക്കായിരിക്കും, അതിന്റെ ലൊക്കേഷനിലേക്കായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പോയിന്റർ വെച്ചും ആക്ച്വലി ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ പോയിന്റർ ഒരു അറേനെയും പോലെ തന്നെ ആക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി ഇതിന്റെ വാല്യൂ എടുക്കണം. അപ്പോൾ ഈ പോയിന്റർ വെച്ച് എനിക്ക് ലെറ്റ്സ് സേ എനിക്ക് ലാസ്റ്റ് എലമെന്റിന്റെ വാല്യൂ എടുക്കണം. ഈ പോയിന്റർ വെച്ച് വാല്യൂ എടുക്കണം എങ്ങനെയാണ്? ഞാനിവിടെ p+4 ചെയ്യുന്നു ആദ്യം ലാസ്റ്റ് എലമെന്റിലേക്ക് പോകാൻ, 5 ചെയ്യുന്നു ലാസ്റ്റ് എലമെന്റിലേക്ക് പോകാൻ. എന്നിട്ട് ഞാനിവിടെ ഡി റെഫറൻസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഡി റെഫറൻസ് ചെയ്ത് എന്ത് പറ്റും? ആ ലൊക്കേഷനിലെ വാല്യൂ എടുക്കും. കിട്ടിയെന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. ഇവിടെ ആക്ച്വലി എറർ വന്നു, കാരണം ഇത് ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണ്. കാരണം നമുക്കറിയാം അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0th ലൊക്കേഷനിലാണ്. അപ്പോൾ 0+5 എത്രയാണ്? അത് A5ന്റെ ലൊക്കേഷനിൽ എത്തും. അത് ആക്ച്വലി എം ടി ആണ്. നമുക്കിവിടെ ലാസ്റ്റ് വേരിയബിൾ ആക്ച്വലി A4 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ p+4 ആണ് ചെയ്യണത് ലാസ്റ്റ് വാല്യൂ കിട്ടാൻ. ഇനി ഞാനിത് റൺ ചെയ്ത് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാം. ഇവിടെ 5 നമുക്ക് ഔട്ട്പുട്ട് വന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ പോയിന്റർ ഡി റെഫറൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അറേ നെയിമും പോയിന്റർ പോലെയാണെങ്കിൽ നമുക്ക് അറേ നെയിമും ആക്ച്വലി ഡി റെഫറൻസ് ചെയ്യാൻ പറ്റൂലേ? നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് A+4 തന്നെ ഇട്ടിട്ട് ഞാനിവിടെ ഡി റെഫറൻസ് ചെയ്തു അറേ നെയിം. ഇനി ഇത് റൺ ചെയ്താലോ, സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇതാണ് അറേയും പോയിന്റേഴ്സും തമ്മിലുള്ള റിലേഷൻ. അറേ നെയിം ആക്ച്വലി ഒരു പോയിന്റർ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ A+4 എന്ന് എഴുതുന്നത് ആക്ച്വലി ഈക്വൽസ് ടു A4 എന്ന് എഴുതുന്നതിന് തുല്യം തന്നെയാണ് A+4 എന്ന് എഴുതുന്നതിന് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ അതായത് ഞാനിവിടെ ഫോർ എക്സാമ്പിൾ A4 ഇട്ടു. ഓക്കെ, ഞാനിത് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് റൺ ചെയ്ത് നമുക്ക് കാണാം അതിന്റെ ഔട്ട്പുട്ട് 5 തന്നെ വന്നേ അല്ലേ. അപ്പോൾ അറേ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമ്മൾ പറഞ്ഞു അറേ നെയിമും പോയിന്ററും സെയിം തന്നെയാണ്. അപ്പോൾ പോയിന്ററിൽ നമ്മൾ ഡി റെഫറൻസ് ചെയ്ത പോലെ അറേ നമ്മൾ ഡി റെഫറൻസ് ചെയ്ത് കണ്ടാണ്. അപ്പോൾ അറേ ഇങ്ങനെ എഴുതാമെങ്കിൽ നമുക്ക് പോയിന്ററും ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ? നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ P4 എന്നിട്ടു. ഇനി ഇത് റൺ ചെയ്താലോ, നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടിയത്. അപ്പോൾ ഇവിടെ P1 ഇട്ടാലോ ഏത് വാല്യൂ കിട്ടും? ഈ 2 കിട്ടണ്ടേ? P0 1ഉം P1 ഇത് 2ഉം അല്ലേ കിട്ടണ്ടേ? നമുക്ക് റൺ ചെയ്ത് നോക്കിയാലോ. നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ആക്ച്വലി ഈ സ്ക്വയർ ബ്രാക്കറ്റ്സ് അറേയിലുള്ളത് നമ്മൾ p+1 എന്ന് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് ഇവിടെ ഞാനിപ്പോൾ എഴുതിയത് P1 എന്ന് എഴുതിയേക്കുന്നത്. അറേയുടെ എപ്പിസോഡിൽ ഞാൻ ഒരു കാര്യം കൂടെ സ്കിപ്പ് ചെയ്തു. അതായത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇനിഷ്യലൈസർ ലിസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ empty ആയിട്ട് ഇവിടെ അറേയിൽ ഡിക്ലെയർ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എത്ര എലമെന്റ്സ് ആണോ അത്രയും സൈസിലായിരിക്കും ഈ അറേ അന്നേരം ഇനിഷ്യലൈസ് ആവുന്നത് ഇവിടെ empty ആയിട്ട് കൊടുത്താൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ ലെറ്റ്സ് എക്സാമ്പിൾ 10 എന്ന് കൊടുത്തു, ഇപ്പോൾ 10 എലമെന്റ്സിനുള്ള ഒരു സൈസും കൊടുത്തു. പക്ഷേ 5 എലമെന്റ്സ് ഇനിഷ്യലൈസർ ലിസ്റ്റിൽ ഇട്ടോളൂ എങ്കിൽ നമ്മളിപ്പോൾ ഇത് റൺ ചെയ്താൽ ബാക്കി എല്ലാ എലമെന്റ്സിലും അവിടെ 0 ആയിരിക്കും ഡിക്ലെയർ ആവുന്നത്. ഞാനിത് റൺ ചെയ്തു, നമുക്കിവിടെ കാണാം 1 2 3 4 5 പിന്നെ ബാക്കിയെല്ലാം 0 ആയിരിക്കും അവിടെ ഇനിഷ്യലൈസ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പോയിന്ററിനെ പറ്റി പഠിച്ചല്ലോ. അപ്പോൾ ഈ പോയിന്ററിന് ഒരു സിംഗിൾ പോയിന്റർ വെച്ച് നമുക്ക് ഇപ്പോൾ അറേ മൊത്തം ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫോർ ലൂപ്പ് എഴുതാം. ഇപ്പോൾ for integer I equals to 0 I less than 5 plus I. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഇനി സ്റ്റാൻഡേർഡ് Cout എന്നിട്ട് നമുക്ക് ഇവിടെ $p+i നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ട് ഞാനിത് പ്രിന്റ് ചെയ്യുന്നു. ഇനി ഇത് റൺ ചെയ്താൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാം 1 2 3 4 5 തന്നെ പ്രിന്റ് ആയത്. നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്ക് P(i) എന്നും വേണമെങ്കിൽ കൊടുക്കാം. ഇത് റൺ ചെയ്താലും നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും 1 2 3 4 5. അത് നന്നായി ഇപ്പൊ തോന്നുന്നില്ലേ സാറിന്? ഓക്കെ, നമ്മളിപ്പോൾ അറേയും പോയിന്റേഴ്സും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. അപ്പോൾ നമുക്കിനി റെഫറൻസിൽ ഇതെങ്ങനെയായിരിക്കും റിലേഷൻ വരുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റെഫറൻസ് കൊടുക്കുക. പക്ഷേ ഇവിടെ റെഫറൻസ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ എററാണ് ആക്ച്വലി ത്രോ ചെയ്യണത്. എ റെഫറൻസ് ഓഫ് ടൈപ്പ് ഇൻറ്റിജർ റെഫറൻസ് കനോട്ട് ബി ഇനിഷ്യലൈസ്ഡ് വിത്ത് എ വാല്യൂ ഓഫ് ടൈപ്പ് ഇൻറ്റിജർ അറേ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ റെഫറൻസ് ആക്ച്വലി പോയിന്റേഴ്സ് പോലെയല്ല. നമുക്ക് പോയിന്റർ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിലും റെഫറൻസിൽ ആകെ ഒരു സിംഗിൾ എലമെന്റ് മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റെഫറൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സിംഗിൾ അതിൻ്റെ വേരിയബിളിലേക്ക് അതിൻ്റെ റെഫറൻസ് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ലെറ്റ്സ് സേ A(2) എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ റെഫറൻസ് വെച്ച് അതിൻ്റെ വാല്യൂ മാറ്റുന്നു 44. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ A(i) പ്രിന്റ് ചെയ്യുന്നു. ഇനി ഇത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം. ഇവിടെ A(0 1 2) ഈ 2ലെ എലമെന്റ് മാത്രം മാറി 44. അത് റെഫറൻസ് വെച്ച് നമ്മൾ മാറ്റി. അപ്പോൾ ഇതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ചത്. അതായത് പോയിന്റേഴ്സും അറേസും തമ്മിലുള്ള ഒരു റിലേഷൻ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഓപ്പറേറ്റർ പ്രിസിഡൻസ് പഠിക്കാം. ഞാനെന്ത് കർത്താവിന്റെ ഒരു ഇടയൻ, എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു.